നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. 15 സീറ്റുകളിൽ തങ്ങളുടെ നേതാക്കളെ പരിഗണിക്കണമെന്നാണ് കൊച്ചിയിൽ ചേർന്ന നേതൃയോഗം KPCCയോട് ആവശ്യപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെ കൊടുങ്ങല്ലൂരിലും ഉപാധ്യക്ഷൻ അബിൻ വർക്കി ആറന്മുളയിലും ബിനോയ് ചുള്ളിയലിനെ ചെങ്ങന്നൂരിലും മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസിന് പുറമെ 5 സീറ്റുകൾ വേണമെന്ന് KSUവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, പുതുമുഖങ്ങൾക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് VD സതീശൻ അഭിപ്രായപ്പെട്ടത്. ഇത്തവണ ഒരു സമ്മിശ്രമായ ലിസ്റ്റായിരിക്കുമെന്ന് അറിയുന്നു. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന അത്രയും സീറ്റുകൾ കൊടുക്കാൻ കഴിയുമോ? ഡോക്ടർ അരുൺകുമാർ, പ്രാതിനിധ്യ ആവശ്യം പുതുമയുള്ള ഒന്നല്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് കാര്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ അവർ പ്രധാനമായും പറയുന്നത് 30% പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസുകാർക്ക് നൽകണം. അതായത് എല്ലാ ജില്ലകളിലെയും സീറ്റുകളിൽ മതിയായ അർഹമായ പ്രാതിനിധ്യം വേണം. 30% പേർ യൂത്ത് കോൺഗ്രസുകാരായിരിക്കണം എന്ന ആവശ്യമാണ്. എന്ന് മാത്രമല്ല, നേരത്തെ ഉയർന്നു വന്ന നിർദ്ദേശം 50% വനിതകൾക്കും പുതുമുഖങ്ങൾക്കും ആയി അവസരം കൊടുക്കണം എന്നതാണ്. അത് നടപ്പാക്കണം എന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അനിവാര്യരായവർ ഒഴികെയുള്ളവർ മാറി നിൽക്കണം എന്ന നിർദ്ദേശമാണ് അവർ വെക്കുന്നത്. എത്രത്തോളം പ്രായോഗിക തലത്തിൽ നടപ്പാകും? മുതിർന്ന നേതാക്കളടക്കം സീറ്റ് മോഹികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ പ്രായോഗിക തലത്തിൽ എന്തെല്ലാം നടപ്പാകും എന്നത് പ്രധാനമാണ്. പക്ഷേ വലിയ സമ്മർദ്ദം ചെലുത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്ന് തുടങ്ങി ജില്ലകളിലെ പ്രമുഖ നേതാക്കൾ എന്ന് തുടങ്ങിയവരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയത് പാർട്ടിക്ക് കൈമാറും എന്നാണ് നേതാക്കൾ പറയുന്നത്. മതിയായ പ്രാതിനിധ്യം കിട്ടാനുള്ള അവസരമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിച്ചു. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കണം എന്നതാണ്. പക്ഷേ വലിയ തോതിൽ മുതിർന്ന നേതാക്കളുടെ ഒരു നിര തന്നെയുണ്ട്. ഇതിനിടയിൽ ഈ പ്രാതിനിധ്യം എങ്ങനെ നടപ്പാകും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. താങ്ക് യു സജോയാണ് വിവരങ്ങൾ നൽകിയത്.